നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ ഈ വിവാഹത്തിന് സമ്മതം പറയരുത്. മോളെ, അച്ഛൻ സമ്മതം പറഞ്ഞു പോയി. എന്തൊക്കെയോ മഹാപാപങ്ങൾ ചെയ്തു എന്ന മുത്തശ്ശൻ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് അമ്മയാ. അമ്മയുടെ മകന്റെ വിവാഹക്കാര്യം ഇത്. ചേച്ചിയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ അമ്മയുടെ മോന് കഴിയില്ല. അത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അറിയുന്നത് എനിക്കാ. അമ്മയുടെ മകൻ ചേച്ചിയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടണം. ശ്രീകുട്ടിയും പ്രഭയും കാഞ്ചനയും പറയുന്നതൊക്കെ നീ കേട്ടതല്ലേ? കവിതയുടെ വാക്കുകൾ കൂടിയായപ്പോ ഇനി ഒരിക്കലും ശ്രീകുട്ടി അതിന് തയ്യാറാവില്ല. കവിത ചേച്ചിയും ദക്ഷയും ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് അമ്മ മനസ്സിലാക്കണം. ബന്ധുക്കളാവേണ്ടവർ ഒന്നിച്ചതാ അമ്മ. അമ്മ ഇതിന് കൂട്ടു നിൽക്കരുത്. ഇനി ഒരു ശാപവും ഈ കുടുംബത്തെ ബാധിക്കില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. മോളിച്ചല്ലേ? എന്റെ ചേച്ചിയുടെ കാലം മുറിക്കില്ല. എന്റെ ചേച്ചി എഴുന്നേറ്റ് നടക്കും. പെരുവണ്ണാപുരത്ത് അമ്മയുടെ മകൾ ലക്ഷ്മിയാ പറയുന്നത്. ദക്ഷയുടെ മകളുമായി മോന്റെ വിവാഹം നടത്താനാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ അന്ന് അമ്മ ദുഃഖിക്കും. അമ്മയുടെ മുന്നിൽ ഞാൻ എന്റെ ചേച്ചിയെ നടത്തിച്ചു കൊണ്ടുവരും. അമ്മൂന് അതല്ലേ പറയാൻ കഴിയും. നിന്റെ മുത്തശ്ശന്റെ തീരുമാനങ്ങൾ ഇന്നേ വരെ ശിരസാ വഹിച്ചവനാ നീ. ഇതുപോലെയായിരുന്നു എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത് വരെ നിന്റെ അച്ഛനും എന്ന് വഴി തെറ്റിയോ അന്ന് തുടങ്ങിയതാ നിന്റെ മുത്തശ്ശന്റെ വേദന. ചരിത്രം ആവർത്തിക്കപ്പെടേണ്ടതല്ല, തിരുത്തപ്പെടേണ്ടതാ. അതൊക്കെ കണ്ടറിഞ്ഞ ശേഷം സ്വന്തം കാര്യം നോക്കി എന്റെ മോനത് ചെയ്യരുത്. നീ ഇന്ന് വരെ ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചവന്, ഇവിടുത്തെ ഓരോ സുഖവിവരങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തവന്. നിന്നെ ചുറ്റിപ്പറ്റി മാത്രമേ ഈ കുടുംബം മുന്നോട്ട് പോകൂ. അതങ്ങനെ തന്നെ തുടർന്നു പോകണമെങ്കിൽ ഈ പ്രായത്തിൽ മുത്തശ്ശനെ എന്റെ മുൻ ധിക്കരിക്കരുത്. ഇതമ്മയ്ക്ക് എന്റെ മോനോടുള്ള ഒരു യാചനയാ. മറക്കണം മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.